ഇൻഡിഗോ വിമാന സർവീസുകളിൽ പ്രതിസന്ധി തുടരുന്നു. ഇന്നും 500ഓളം സർവീസുകൾ റദ്ദാക്കി. 2025 ഡിസംബർ 1 മുതൽ 7 വരെയുള്ള കാലയളവിൽ ആകെ 5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ DGCA നിയോഗിച്ച സമിതി ഉടൻ റിപ്പോർട്ട് നൽകും. വിമാന സർവീസുകളിലെ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ ഇതുവരെ ഇൻഡിഗോ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. 500-ലധികം സർവീസുകൾ ഇന്നും റദ്ദാക്കി. നിരവധി സർവീസുകൾ വൈകിയതും വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ വലച്ചു. സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്നാണ് ഇൻഡിഗോയുടെ അവകാശവാദം. വിഷയത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയോഗിച്ച വിദഗ്ധ സമിതി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡിഗോക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ഡിസംബർ 1 മുതൽ 7 വരെയുള്ള കാലയളവിൽ ആകെ 5,86,705 ടിക്കറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 610 കോടിയിലധികം രൂപ റീഫണ്ട് നൽകി. റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും വേഗത്തിൽ തന്നെ റീഫണ്ട് നൽകണമെന്ന് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ പ്രകാരം ജോലി സമയവും ജീവനക്കാരെയും ക്രമീകരിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് DGCA വിലയിരുത്തിയിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്നും DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ 20% പൈലറ്റുമാരെ ഇൻഡിഗോ അധികമായി കണ്ടെത്തേണ്ടി വരും. ജനം, ഡൽഹി.